ഇനി ഈ ചിത്രം നോക്കാം. ഇതിലൊരു ഏകദേശ ഷേപ്പ് ഞാൻ കൊടുത്തിട്ടുള്ള റെക്റ്റാങ്കിൾ തന്നെയാണ്. എല്ലാം ഷാർപ്പൻ്റെ എഡ്ജൊക്കെയാണ്. നോക്കാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. പിന്നെ ഈ വശങ്ങൾ ഈ വശങ്ങളെല്ലാം 2 സെൻറ്റിമീറ്റർ വീതമാണ്. അതുപോലെ ഈ പാരലായിട്ടുള്ള ഈ വശങ്ങളെല്ലാം 6 സെൻറ്റിമീറ്റർ വീതമാണ്. പിന്നെ ഇവിടെ ഈ 2 വശങ്ങൾ 3 സെൻറ്റിമീറ്ററുമാണ്. ഇനി ഇതിൻ്റെ ആകെ ഏരിയ കാണാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് ആകെ അങ്ങ് കട്ട് ചെയ്യാം അല്ലേ. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവയുടെ ഏരിയ കണ്ടെത്താൻ ഈസിയാണ് അല്ലേ. എത്രയാണ് ഇവിടെ നീളം എന്ന് പറയുന്നത്? ഏരിയ സമം നീളം എന്ന് പറയുന്നത് 6. പിന്നെ ഇത് എത്ര? വീതി 3 അല്ല വരുന്നത്. 6 × 3 18 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അതുപോലെ ഈ ഭാഗത്തും സെയിം ആണ്. 6 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അതുപോലെ 3 സെൻറ്റിമീറ്റർ ആണ് വീതി. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്? 6 × 3 18. ഏരിയ സമം 18 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി ഈ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഏരിയ കാണുമ്പോൾ ഇവിടെ വീതി കിട്ടിയിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. പക്ഷെ നീളം നമുക്കൊന്ന് ശരിയാക്കാനുണ്ട്. അതായത് ഇവിടെ 2 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇതും 2 സെൻറ്റിമീറ്റർ, ഇത് 2 സെൻറ്റിമീറ്റർ. പക്ഷേ ഈ വശത്തിന് മൊത്തം കിട്ടണമെങ്കിൽ ഈ ഭാഗത്തെ നീളം കൂടെ കൂട്ടിച്ചേർക്കണം. അത് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ആകെ എത്ര വരും? 2 + 3 + 2 എത്ര വരും? 7 സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ സെൻറ്ററിലെ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. വീതി 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻട്രൽ ചതുരത്തിൻ്റെ അതിൻ്റെ ഏരിയ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? നീളം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി അല്ലേ. നീളം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 7 എന്ന് കിട്ടി. വീതി എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ല. ഒന്നും കൂടെ നോക്കാം. ആകെയുള്ള ഈ ഷേപ്പിന് പോളിഗണിനെ നമ്മൾ 3 ആയിട്ട് ഭാഗിച്ചു. ഇവിടെ ഒരു ഇത് കൊടുത്തു, ഇവിടെ ഒരു ലൈന് കൊടുത്തു. ഈ 2 ലൈനുകൾ നമുക്ക് സ്വതന്ത്രമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇവിടെ നീളം 6 ഉണ്ട്, വീതി 3 ഉണ്ട്. ഇവിടെയും നീളം 6, ഇവിടെയും വീതി 3 ഉണ്ട്. അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് കാണാം. നീളം ഇൻറ്റു വീതി 6 × 3 18 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ 6 × 3 18 അല്ലേ. 18 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എന്നാൽ ഈ സെൻറ്റർ പോർഷനിലുള്ള ഈ റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ ഏരിയ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പരപ്പളവ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ വീതി തന്നിട്ടുണ്ട്. നീളം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഇടയിലുള്ള ഈ ഡോട്ടഡ് ലൈനിൽ ഈ ഒഴിവില്ല അവിടുത്തെ നീളം കൂടെ കണ്ടെത്തണം. അത് ഇതിന് സമാനമാണ് അല്ലേ, തുല്യമല്ലേ. ഇവിടെ 3 ആണെങ്കിൽ ഇതും 3 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ +3 + 2 അപ്പോൾ എത്ര വന്നു? 7 സെൻറ്റിമീറ്റർ ആണ് ഈ റെക്റ്റാങ്കിളിൻ്റെ നീളം. വീതി 4 സെൻറ്റിമീറ്ററും. അത് വെച്ചിട്ട് നമുക്ക് ഏരിയ കണ്ടെത്താം. ഏരിയ സമം നീളം ഇൻറ്റു വീതി 7 × 4 28 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഞാൻ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ ഏരിയ എത്ര വരുന്നത്? 18 വരുന്നുണ്ട്. പിന്നെയും 18 വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത് എത്രയാണ്? സെൻറ്റർ പോർഷൻ്റെ 28 അല്ലേ. അപ്പോൾ ആകെ എത്ര? 8 × 3 24. നന്നായിട്ട് പ്ലസ് ചെയ്യാം. പിന്നെ എത്ര വന്നു? 4 + 6 64 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ. 64 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ആ ഷേപ്പിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടുന്നത്.